ഇനിയിപ്പോ 1000 കോടി ക്ലബിലെത്താൻ അധികം ബുദ്ധിമുട്ടണ്ട. ഒരു പ്രമോഷനും ഇല്ലാതെ തന്നെ സംഗീതയം എമ്പുരാൻ ഏറ്റെടുത്ത് കോടി ക്ലബിൽ എത്തിച്ചിരിക്കും. സംഘികളെ പറ്റിക്കുകയോ സംഘിവിരുദ്ധത പറയുകയോ എന്തൊക്കെ ചെയ്താലാണ് സിനിമ ഓടിക്കേണ്ടതെന്ന് പൃഥ്വിരാജിന് വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. പിണറായി വിജയന്റെ ക്രിമിനലിസമാണോ അതോ സംഘികളുടെ നെഞ്ചത്ത് ചവിട്ടിയതോ എന്ന ചർച്ച എമ്പുരാന്റെ ആദ്യ ഷോക്ക് ശേഷം തന്നെ ഉയർന്നിരുന്നു. പിന്നാലെ സംഘികളുടെ രക്തം തിളക്കുകയും ചെയ്തു. സംഘപരിവാർ അനുകൂലികളിൽ നിന്ന് സിനിമയ്ക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നതോടെ സിനിമ മത്സരിച്ച് കാണാനും പ്രൊമോട്ട് ചെയ്യാനും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തി. BJP ശക്തമായി എതിർക്കുമ്പോൾ CPM-ഉം കോൺഗ്രസും അടക്കം എമ്പുരാൻ ഏറ്റെടുത്തു കഴിഞ്ഞു. BJP നേതൃത്വ നിരയിലുള്ളവർ സിനിമ കാണുമെന്നും മോഹൻലാൽ അടുത്ത സുഹൃത്താണെന്നും പറഞ്ഞുകൊണ്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ RSS മുഖപത്രമായ ഓർഗനൈസർ സിനിമയെയും പൃഥ്വിരാജിനെയും കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എമ്പുരാൻ രാഷ്ട്രീയ അജണ്ടയുള്ള സിനിമയാണെന്നും പൃഥ്വിരാജ് ഹിന്ദു വിരുദ്ധ നിലപാടിന് സിനിമ ഉപയോഗിച്ചുവെന്നും മുഖപത്രത്തിലെ ലേഖനത്തിൽ പറയുന്നു. മോഹൻലാൽ സ്വന്തം ആരാധകരെ വഞ്ചിച്ചുവെന്നും ലേഖനത്തിലുണ്ട്. സിനിമയോട് കേരളത്തിലെ BJP നിലപാട് മയപ്പെടുത്തുമ്പോഴാണ് രൂക്ഷ വിമർശനവുമായി RSS ഇപ്പോൾ രംഗത്തെത്തിയത്. സിനിമ ഇന്ത്യ വിരുദ്ധ അജണ്ടയാണ്, ഹിന്ദുക്കളെ നരഭോജികളായി ചിത്രീകരിക്കുന്നുവെന്നും ഓർഗനൈസറിലെ ലേഖനത്തിൽ പറയുന്നുണ്ട്. സിനിമയ്ക്കെതിരെ യുവമോർച്ചയും പരസ്യമായി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി K. ഗണേശാണ് പൃഥ്വിരാജിന്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് എത്തിയിരിക്കുന്നത്. ആടുജീവിതം സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം പൃഥ്വിരാജിന്റെ സിനിമകളിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ തികച്ചും ദേശവിരുദ്ധമാണ്. കുരുതിയും ജനഗണമനയും എമ്പുരാനും വരെ എത്തി നിൽക്കുന്ന തീവ്രവാദ ആശയങ്ങളെ വെള്ളപൂശുന്ന കഥാതന്തുവാണ് പൃഥ്വിരാജിന്റെ സിനിമകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആടുജീവിതത്തിന്റെ ഷൂട്ടിനിടെ ജോർദാനിൽ കുടുങ്ങിയ ഇദ്ദേഹം അവിടെ ആരൊക്കെ ആയിട്ടാണ് സമ്പർക്കം പുലർത്തിയിരുന്നത് എന്നത് അന്വേഷിക്കണം എന്നാണ് ഗണേശിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പൃഥ്വിരാജിനെ മാത്രമല്ല മോഹൻലാലിന്റെ കേണൽ പദവി പോലും എടുത്തു കളയണമെന്ന ആവശ്യങ്ങളും എത്തിക്കഴിഞ്ഞു. എമ്പുരാൻ ഇന്ത്യ ഭരിക്കുന്നവരെ അപകീർത്തിപ്പെടുത്തുന്ന സിനിമയാണെന്നും മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരികെ വാങ്ങണം, കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്നവരെ അപഹസിക്കുന്ന സിനിമ മോഹൻലാൽ അറിയാതെ ചെയ്തതെന്ന് കരുതുന്നില്ല. എമ്പുരാന് മുടക്കിയ കോടികളിൽ വിദേശ ഫണ്ട് ഉണ്ടോ എന്ന് അന്വേഷിക്കണം എന്നുമാണ് BJP ദേശീയ കൗൺസിൽ അംഗം C. രഘുനാഥിന്റെ നിലപാട്. ലഫ്റ്റനന്റ് കേണൽ പദവി ഒഴിവാക്കാൻ കോടതിയിൽ പോകുമെന്ന് രഘുനാഥ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇതേ ആവശ്യവുമായി കഴിഞ്ഞ ദിവസം സംവിധായകൻ രാമസിംഹനും രംഗത്തെത്തിയിരുന്നു. ഇതിനിടെ കഥ പോലും തനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മാതാവ് ഗോകുലം ഗോപാലനും രംഗത്തെത്തിയിട്ടുണ്ട്. സിനിമ ആരെയും വേദനിപ്പിക്കാൻ എടുത്തതല്ല, ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വേണ്ട നടപടി സ്വീകരിക്കാൻ പൃഥ്വിരാജിനോട് പറഞ്ഞിട്ടുണ്ട്. പ്രേക്ഷകർ സ്നേഹിക്കുന്ന താരങ്ങൾ അഭിനയിച്ച സിനിമ നിന്നു പോകരുത് എന്ന് കരുതിയാണ് സിനിമയുമായി സഹകരിച്ചത്. സിനിമയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ആരും ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടില്ല. സിനിമ കാണുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വരുത്താൻ സംവിധായകനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഗോകുലം ഗോപാലന്റെ നിലപാട്. ലൈക്ക പ്രൊഡക്ഷൻസ് അപ്രതീക്ഷിതമായി കൈയൊഴിഞ്ഞപ്പോഴായിരുന്നു സിനിമയുടെ നിർമ്മാണം ഏറ്റെടുത്ത് ഗോകുലം ഗോപാലൻ എത്തിയത്. പൃഥ്വിരാജിനെ തേടി ഇനി ED എത്തുമോ എന്ന ആശങ്ക അടക്കം സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസ് കളക്ഷൻ കുത്തനെ ഉയരുന്നുമുണ്ട്. ഷാരൂഖ് ഖാന്റെ പഠാൻ 1000 കോടി കയറിയത് ഒരു കാവ്യ ബിക്കിനിയുടെ പുറത്താണ്. അതുകൊണ്ട് തന്നെ സംഘവിരുദ്ധത പറയുകയാണെങ്കിൽ എളുപ്പം കോടികൾ നേടാമെന്ന് ഏവർക്കും അറിയാം. എന്നാൽ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. കേരള സ്റ്റോറിയും കശ്മീർ ഫയൽസും എത്തിയപ്പോഴുള്ള ഒരു സംരക്ഷണം എമ്പുരാനും വേണ്ടേ? സിനിമയായി തന്നെ കാണണം.